രണ്ട് കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത ഒരു വൃദ്ധൻ. എന്നാൽ അകക്കണ്ണിൻ്റെ വെളിച്ചം കൊണ്ട് 214 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരാളെ കണ്ടെത്തി രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. അദ്ദേഹത്തെയാണ് നമ്മുടെ ഗവർണർ കോഴിക്കോട് സർവകലാശാലയുടെ സെനറ്റിലേക്ക് തിരഞ്ഞെടുത്തത്. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഒരു സംഘം ഗുണ്ടകൾ പൊരിവെയിലത്ത് തടഞ്ഞു നിർത്തി സെനറ്റ് യോഗത്തിലേക്ക് പ്രവേശിപ്പിക്കാതെ അപമാനിച്ചു. നമ്മുടെ മാധ്യമങ്ങളൊന്നും കണ്ടില്ല. ഇപ്പോൾ പത്മശ്രീ കിട്ടിയ മറ്റൊരാൾ ആ ബിരുദം വേണ്ട എന്ന് വെച്ച് പിൻവാങ്ങുന്നു എന്നറിയിച്ചതിൻ്റെ പേരിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും വലിയ തലക്കെട്ടുകൾ സൃഷ്ടിച്ച് കണ്ണീരൊഴുക്കുകയാണ്. ഇതെന്തു നീതിയാണ്? പത്മശ്രീ 2 തരത്തിലുണ്ടോ? ഉണ്ട്. പൂതേരി ബാലന് സംഭവിച്ചത് അദ്ദേഹം ഒരു മോദി വിരോധിയല്ല എന്നുള്ളതാണ്. സംഘപരിവാറാണോ എന്നുള്ളതൊന്നും അല്ല ഇവിടെ നോട്ടം. മോദി വിരോധിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം. മോദി വിരോധി അല്ലാത്ത ആളിനെ കയറ്റില്ല. ഇതാണ് സംഭവം. ഗവർണർ ഈ ഒരാൾക്ക് മോദിയോട് വിരോധമുണ്ടോ ഇല്ലയോ ഒന്നും നോക്കിയില്ല, മെരിറ്റ് നോക്കി. അങ്ങനെയാണ് പൂതേരി ബാലൻ ഈ ലിസ്റ്റിൽ വരുന്നത്. പക്ഷേ ഇവർ നോക്കുമ്പോൾ ഇതിനകത്ത് മോദിയോട് വിരോധമുള്ളവർ കുറവേ ഉള്ളൂ. ഉണ്ട്, പക്ഷേ അവരുടെ എണ്ണം കുറവാണ്. പറ്റില്ല. മുഴുവൻ മോദി വിരോധികളായിരിക്കണം. ഇതാണ് അവരുടെ ചട്ടം. യൂണിവേഴ്സിറ്റി ചട്ടം അവർക്ക് ബാധകമല്ല. അതുകൊണ്ടാണ് ബജ്രംഗ് പൂനിയ ആഘോഷിക്കപ്പെടുന്നത്. ബജ്രംഗ് പൂനിയ ഈ പത്മശ്രീ വഴിയിൽ വലിച്ചെറിഞ്ഞത് പത്മശ്രീ BJP കൊടുത്തതൊന്നുമല്ല, പ്രധാനമന്ത്രി കൊടുത്തതുമല്ല, രാഷ്ട്രപതി കൊടുത്തതാണ്. രാജ്യം കൊടുത്തതാണ്. രാജ്യം കൊടുത്ത ആദരവാണ്. അത് വഴിയിൽ വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ചെപ്പക്കുറ്റിക്കടിക്കാനുള്ള ആമ്പിള്ളേർ ഉത്തരേന്ത്യയിൽ ഇല്ലാതെ പോയി. ഒരാരോഗ്യമില്ലെങ്കിലും ഞാനൊരു അടിയെങ്കിലും കൊടുക്കും. അയാൾ ഗുസ്തിക്കാരനായിരിക്കാം, ഒരടി ഞാൻ കൊടുക്കും. കാരണം എന്നെ കൂടെ ചേർത്താണ് ബജ്രംഗ് പൂനിയ അപമാനിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് കുറേ ആശാന്മാർ അവാർഡ് തിരിച്ചു കൊടുത്തല്ലോ. സച്ചിദാനന്ദൻ, സാറാ ജോസഫ് ഒക്കെ അവാർഡ് തിരിച്ചു കൊടുത്തു. തിരിച്ചു വാങ്ങാൻ അവിടെ ഒരു പ്രൊവിഷനില്ല. അതിപ്പോൾ എവിടെയോ കിടക്കുന്നു, അതോ ഇവർ തന്നെ തിരിച്ച് മേടിച്ചോ എന്നറിയാൻ പറ്റില്ല. ഈ അവാർഡിൻ്റെ കൂടെ കിട്ടിയ കാശ് ഈ ഒരുത്തനും തിരിച്ചു കൊടുത്തില്ല. അതല്ലേ മര്യാദ? പൊട്ടടിച്ച് കാണും. പത്മശ്രീ ഒരു ആദരിക്കപ്പെടേണ്ട പദവിയും കൂടെയാണ്. അതെ, പത്മശ്രീക്ക് ചട്ടങ്ങളുണ്ട്. ഒന്ന്, പത്മശ്രീ യേശുദാസ് എന്ന് നിങ്ങൾ എഴുതാൻ പാടില്ല. ടൈറ്റിലുകൾ പാടില്ല. ടൈറ്റിലിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അത് രാജ്യം നിങ്ങൾക്ക് തന്ന ഒരു ആദരവാണ്, ആദരവിൻ്റെ അടയാളമാണ്. അല്ലാതെ ഒരു ബിരുദം പോലെ കൊണ്ടു നടക്കാനുള്ളതല്ല. പട്ടാളക്കാരിത് ചെയ്യുമല്ലോ. ജസ്ബീർ സിംഗ് AVSM അതിവിശിഷ്ട സേവാ മെഡൽ, അത് ജസ്ബീർ സിംഗിനുള്ള മെഡലാണ്. അത് അയാളുടെ നെഞ്ചത്ത് കുത്തിവയ്ക്കുകയാണ്. ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കണ്ടില്ലേ, സ്വർണം കൊണ്ടുള്ള മെഡലുകൾ ജനറലിൻ്റെ. അതിൻ്റെ ചട്ടം വേറെയാണ്. പത്മ അവാർഡുകളുടെ ചട്ടം വേറെയാണ്. അപ്പോൾ ഈ പത്മ അവാർഡ് വാങ്ങിച്ചിട്ട് വഴിയിൽ വലിച്ചെറിയുക എന്ന് പറഞ്ഞാൽ ഇത്ര അധമമായ പ്രവൃത്തി വേറെ ഒന്നുമില്ല. ഇവർക്ക് എന്താ സംഭവിച്ചത്? റെസ്ലിംഗ് ഫെഡറേഷൻ്റെ തലപ്പത്ത് അവരുടെ ആൾ വന്നില്ല, വേറൊരാൾ വന്നു. ബ്രിജ്ഭൂഷൻ്റെ ആയിക്കോട്ടെ, ഏതോ ഇവർ തമ്മിലൊക്കെ ലോബിയിങ്ങും പ്രശ്നമൊക്കെയാണ്, ഗുസ്തി താരങ്ങളൊക്കെ തമ്മിൽ. ഇയാൾ മാത്രമല്ല ഗുസ്തി താരം, ബജ്രംഗ് പൂനിയ മാത്രമൊന്നുമല്ല, വേറെ എത്രയോ ഗുസ്തി താരങ്ങളുണ്ട്. പണ്ട് മുതലേ നമ്മളുടെ ഒരു സ്ട്രോങ് പോയിൻ്റാണ് ഗുസ്തി. അപ്പോൾ അതുകൊണ്ട് ബജ്രംഗ് പൂനിയ ഈ കാണിച്ചത് രാഷ്ട്രത്തോടുള്ള അപമാനമാണ്, രാഷ്ട്രത്തെ അപമാനിക്കലാണ്. പിന്നെ പത്മ അവാർഡ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ചട്ടങ്ങളുമുണ്ട്. അതിനെന്തൊക്കെയോ ശിക്ഷയോ കോമ്പൻസേഷൻ അങ്ങനെ എന്തോ ഉണ്ടെന്നാണ് എൻ്റെ ധാരണ. ഞാനതിൻ്റെ നിയമം എടുത്ത് നോക്കിയിട്ടില്ല, ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. ഇത്തരം പ്രവൃത്തികളൊക്കെ ഈ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, TV-യിൽ വരാൻ വേണ്ടിയിട്ട്, പത്രത്തിൽ ഫോട്ടോ വരാൻ വേണ്ടിയിട്ടൊക്കെ ബജ്രംഗ് പൂനിയ ചെയ്യുന്നത് മഹാ കഷ്ടമാണ്. ബജ്രംഗ് പൂനിയയുടെയൊക്കെ കാലം കഴിഞ്ഞു. നമ്മൾ ഈ ഗുസ്തി എന്നൊക്കെ പറയാൻ 1-2 വർഷമൊക്കെ നമുക്ക് ഒളിമ്പിക്സിലൊക്കെ പിടിച്ച് ഇത് മാറുമല്ലോ. അതിലും സ്റ്റാമിനയുള്ള പിള്ളേർ കയറി വരും. അപ്പോൾ ഇവർ ഒഴിഞ്ഞു കൊടുക്കണം, മാന്യമായിട്ട് മാറിക്കൊടുക്കാം പുതിയ തലമുറ. ഒരു തവണ ഒളിമ്പിക് മെഡൽ കിട്ടിയതുകൊണ്ട് ആജീവനാന്തം എന്നെ തന്നെ വിടണം എന്ന് പറയുന്നതിൻ്റെ ലോജിക്കാണല്ലോ ഇവിടുത്തെ പ്രശ്നം. റെസ്ലിംഗ് ഫെഡറേഷൻ്റെ തലപ്പത്ത് ഞാൻ ആഗ്രഹിച്ച ആൾ വന്നില്ല. തെരഞ്ഞെടുപ്പാണല്ലോ, നമ്മൾ ആഗ്രഹിക്കുന്ന ചിത്രം കണ്ടില്ലേ? 47 പേര് വോട്ട് ചെയ്തു. ഇവരുടെ സ്ഥാനാർത്ഥിക്ക് 7 വോട്ടുകൾ കിട്ടിയുള്ളൂ. 40 ഗുസ്തിക്കാർ ഇവർക്കെതിരാണ്. എന്ത് ചെയ്യും? അപ്പം അതിന് ഈ പത്മശ്രീ എന്ത് പഴിച്ചു? എന്തുകൊണ്ട് അയാൾ പത്മശ്രീ ഉപേക്ഷിച്ചു? ഈ രാജ്യത്ത് ഈ നിങ്ങളുടെ പ്രതിഷേധം കാണിക്കാൻ 110 മാർഗങ്ങളുണ്ട്. അത് പത്മശ്രീ വഴിയിൽ വലിച്ചെറിഞ്ഞ് അത് പ്രതിഷേധം ആണ് എന്ന് അംഗീകരിക്കാൻ പറ്റില്ല.
അത് ആ മനുഷ്യൻ്റെ അധമത്വത്തെയാണ് കാണിക്കുന്നത്. അത് ആഘോഷിക്കുന്ന മാധ്യമങ്ങളുണ്ടല്ലോ, അവരും ഈ അധമകൃത്യത്തിൽ കൂട്ടുചേരുന്നവരാണ്. പക്ഷെ ടി ജി, പത്മശ്രീ രാജ്യം കൊടുക്കുന്ന ബഹുമതിയാണല്ലോ, അതിനെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ അപമാനിക്കലാണ്. അങ്ങനെയുണ്ട് പത്മശ്രീ കിട്ടിയ ഒരാളെ, അതും കാഴ്ചയില്ലാത്ത, 2 കണ്ണുകൾക്കും കാഴ്ചയില്ലാത്ത ഒരു വൃദ്ധനെ പെരുവഴിയിൽ ഗുണ്ടകളെ പോലെ തടഞ്ഞു വെക്കുന്നതിനെ നമ്മൾ എങ്ങനെ കാണും? ആ അധമപ്രവൃത്തിയാണത്, സംശയമുണ്ട്. ആരും ഇവിടെ പറയുന്നത് അത് പറയില്ല. കാരണം അവരുടെ നോട്ടത്തിൽ ഈ പൂതേരി ബാലനെ തടഞ്ഞു വെച്ചത് അവരുടെ ഇക്വേഷൻ അനുസരിച്ച് ശരിയാണ്. ബജരംഗ് പൂനിയ ചെയ്തതും അവരുടെ ഇക്വേഷൻ വെച്ചിട്ട് ശരിയാണ്. ഈ പൂതേരി ബാലനെ തടഞ്ഞ അതേ ടീമാണ് ബജരംഗ് പൂനിയയുടെ ഈ വലിച്ചെറിയലിനെ ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മാധ്യമങ്ങളെല്ലാം ഇത് നിറഞ്ഞിരിക്കുകയാണ്. അല്ല, എനിക്ക് വലിയ നിരാശയുണ്ടായി. പൂതേരി ബാലന്റെ വാർത്ത പല പത്രങ്ങളിലും ഉൾപേജിൽ ഒരു ചെറിയ കോളം വാർത്തയാണ്. മനോരമയിലോ 9-ാം പേജിലോ 10-ാം പേജിലോ ഒരു ചെറിയ സിംഗിൾ കോളം വാർത്തയാണ്. ഈ പൂതേരി ബാലന് പകരം സുനിൽ പീളയുടെ സങ്കല്പിക്കുക. ഇത് സുനിൽ പീളയുടെ ആരെങ്കിലും തടഞ്ഞു നോക്കുക, എന്താവും ഇവരുടെ ബഹളം? എത്ര വലിയ ബഹളം നടക്കും? എനിക്ക് ബജരംഗ് പുനിയൊക്കെ മനോരമയൊക്കെ ആഘോഷിക്കുന്ന ഫ്രണ്ട് പേജിൽ വലിയ എന്തോ ആകാശം വീണ പോലെ ലീഡ് സ്റ്റോറി ആയിട്ട് വലിയ മത്തങ്ങ തലക്കെട്ടൊക്കെ കൊടുത്തിട്ട്, ആരാണ് ഇദ്ദേഹമൊക്കെ ഈ ചെയ്ത അധമ പ്രവൃത്തി ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യാമോ? എത്ര കോളം വാർത്ത അങ്ങർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. എന്താകാശിടിഞ്ഞു? റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മാത്രമല്ല, ഹോക്കി ഫെഡറേഷൻ, ക്രിക്കറ്റ് ഫെഡറേഷൻ, ഇതൊക്കെ ഈ അടിപിടി നടക്കുന്നുണ്ട് അധികാരത്തിന് വേണ്ടിയിട്ട്. ഈ സാധാരണ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന നീക്കുപോക്ക്, അഡ്ജസ്റ്റ്മെൻറ്റ്, കത്തിക്കുത്ത്, ബഹളം, ഇതെല്ലാമാണ് ഇതിൽ നടക്കുന്നത്. നമ്മുടെ ഒരു സാധാരണ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നില്ലേ ഉന്തുതള്ളുമൊക്കെ? ഈ പരിപാടി എല്ലാ സ്ഥലത്തും നടക്കും. ഒടുവിൽ ആരെങ്കിലും ജയിക്കും. ഇയാളും മൃഗീയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. നിരാശനായി മനസ്സിലാക്കാൻ നിങ്ങൾ നിരാശനായിട്ട് അവിടെ ജന്തർ മന്ദർ ഒരു സമര കേന്ദ്രമാണല്ലോ ജന്തർ മന്ദർ. ആ റോഡ് സമരത്തിന് വേണ്ടി മാറ്റി കേന്ദ്രമാണ്. അവിടെ ആർക്ക് വേണമെങ്കിലും പോയി ഒച്ചയിടാം. അവിടെ പോയി ഒച്ചയിടും, നിങ്ങളുടെ ആ ദേഷ്യം അങ്ങ് തീരട്ടെ. അതല്ലാതെ പത്മ അവാർഡ് വഴിയിൽ വലിച്ചെറിഞ്ഞത് മഹാപാപമായി പോയി. ഇതൊക്കെ ചോദിക്കാനും പറയാനും ആരുമില്ല. പക്ഷേ ടി ജി, മറ്റൊന്ന് ചോദിക്കട്ടെ. നമ്മൾ ഈ പ്രത്യേകിച്ച് അന്ധര്, പ്രായം ചെന്ന ആളുകളെയൊക്കെ ഒരു കരുതലോടെ കാണുന്നവരാണ് നമ്മൾ. ഒരു സെനറ്റ് അംഗമായി പോയി എന്നതുകൊണ്ട് സെനറ്റിലേക്ക് നോമിനേറ്റ് കാണിച്ചത് അന്ധൻ കമ്മ്യൂണിസ്റ്റുകാരനാണോ? എങ്കിൽ കരുണ കാണിക്കും, അല്ലേ കാണിക്കില്ല. 214 പുസ്തകങ്ങൾ കണ്ടില്ലാഞ്ഞിട്ടോ അത് 2100 പുസ്തകം എഴുതിക്കോട്ടെ, അങ്ങേരെ അംഗീകരിക്കും. അവരെ തടയുന്ന ഒരു പുസ്തകം പോലും വായിച്ചിട്ടില്ലാത്ത ഗുണ്ടകളാണ്. അതെ, ഇപ്പോഴത്തെ കാലമാണോ? ഞാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ സുനിലൊന്ന് വായിക്കണം. അതിൽ ഈ പുരോഗമന കലാസാഹിത്യ സംഘം പിടിച്ചെടുത്തതിൻ്റെ കഥ അങ്ങേര് പറയുന്നുണ്ട്. കൊല്ലത്ത് പുരോഗമന കലാസാഹിത്യ സംഘം സമ്മേളനം കൂടിയിട്ട് അതിൽ CITUക്കാരെ കൊണ്ടുവന്ന് കയറ്റി കൃത്രിമമായ ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ട് അത് പിടിച്ചെടുത്തു. അങ്ങനെ കൊള്ളാവുന്ന ആൾക്കാരൊക്കെ ഇതിനെ പുറത്തായി. നിസ്സാരക്കാരല്ല. PK അശോകദേവ് തകഴി ഒരിക്കലും വായനക്കാരുടെ കത്ത് മാതൃഭൂമിയിൽ എഴുതി. ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ്, ഞാനും ഒരു കർഷകനാണ്, എന്നെ തല്ലല്ലേ. എഴുത്തുകാരനാണെന്ന് അവകാശപ്പെടുന്നില്ല. ഞാനൊരു കർഷകനാണ്, തകഴിയിലുള്ള ഒരു ശിവശങ്കര പിള്ളയാണ്, എന്നെ തല്ലരുത് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഇവർ കാണിക്കുന്ന കൊളരാതിക്കെല്ലാം തകഴി എഴുതിയിരുന്നു. കൊള്ളാവുന്ന സാഹിത്യകാരന്മാരെല്ലാം ഈ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൽ നിന്ന് പുറത്തായി. CITU വോട്ട് ചെയ്തിട്ട് അവർക്കൊരു ക്ലെയിമുമില്ല. വോട്ട് കൂടുതൽ കിട്ടിയാൽ ജയിച്ചിരിക്കുകയല്ലേ. അന്ന് ഈ ആശാന്മാരൊക്കെ പറഞ്ഞെന്താണെന്നറിയാമോ? തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന അയാളാണ്. ഇവരുടെ EMS അന്ന് എഴുതി ഏറ്റവും വലിയ നോവലിസ്റ്റ്, കേരളത്തിലെ ഏറ്റവും വലിയ നോവലിസ്റ്റ് AP കളക്കാട്. സുനിൽ ആ പേര് കേട്ട് പോലും കാണും. AP കളക്കാടാണ് ഏറ്റവും വലിയ നോവലിസ്റ്റ്. ജീവൽ സാഹിത്യം എഴുതുന്ന ആൾ. ഏറ്റവും വലിയ കവി കെടാമംഗലം പപ്പുക്കുട്ടി, പുള്ളിയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മുദ്രാവാക്യം എഴുതി കൊടുക്കുന്നത്. ഈ 2 പേര് മഹാസാഹിത്യകാരന്മാരായിട്ട് വാഴിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. ഇവർ ഇവിടെ പെരുമ്പാവൂർ കൂടിയിട്ട് ചങ്ങമ്പുഴ കൃഷ്ണമുള്ള കവിത എഴുതരുതെന്ന് പ്രമേയം പാസ്സാക്കി. ചങ്ങമ്പുഴയുടെ ചില എഴുത്തൊക്കെയാണ്, സ്റ്റാലിൻ്റെ മീശ പോൽ മീശയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഈ സംഗതി വന്നു കഴിഞ്ഞപ്പോൾ ഇവർ തകർന്നു പോയി. ചങ്ങമ്പുഴ എഴുത്ത് നിർത്തണം എന്ന് പ്രമേയം പാസ്സാക്കിയവർ. ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ബൈഡൻ രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രമേയം പാസ്സാക്കുക. കട്ടത്തറ ലോക്കൽ കമ്മിറ്റി ട്രംപ് രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ തേഞ്ഞിപ്പാലം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുക. ഇവർ ചെയ്തു, തമാശയല്ലെന്ന്. നെൽസൺ മണ്ടേലയെ തുറന്നു വിടണമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ചെയ്തു ഇവർ CPM.
നെൽസൺ പോസ്റ്റ് മാസ്റ്റർ വരണ്ടു പോയി. അങ്ങനെ പറഞ്ഞു, ഞാൻ ആരെ ഇവിടെ പിടിച്ചൊന്നും വെച്ചിട്ടില്ല, ഞാൻ ആരെ മോചിപ്പിക്കാനാണ്. ഇടോ അതല്ല, സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ സൗത്ത് ആഫ്രിക്കയിൽ ആരോ പിടിച്ചു വെച്ച് ഇവിടെ എന്തിനാ ഈ പോസ്റ്റ് ഓഫീസ്? ആകെ ഒരു പോസ്റ്റ്മാനും ഒരു പോസ്റ്റ് മാസ്റ്ററും. അങ്ങനെ തന്നെയാണ് ഇത് കുത്തുന്നതും പിടിക്കുന്നതും ചാക്കിലാക്കുന്നതും കൊടുത്തു വിടുന്നതും ഒക്കെ. ഇങ്ങനെ ചെയ്ത ടീമാണിത്. അത് കഴിഞ്ഞ് തേഞ്ഞിപ്പലമൊക്കെ അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് തേഞ്ഞിപ്പലം പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ചെയ്യുന്നത്. ഈ മണ്ടത്തരമൊക്കെ ചെയ്യുന്നത് ഇവർ ദേശവിരുദ്ധരാണോ സപ്പോർട്ടാണ് എല്ലാത്തിനും? പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ പൂതേരി ബാലൻ ഒരു തരത്തിൽ ഭാഗ്യവാനാണ്. കാരണം TP ശ്രീനിവാസന് കിട്ടിയതുപോലെ അടി കിട്ടിയില്ലല്ലോ. അടി കിട്ടിയില്ല, വലിയൊരു ഭാഗ്യമാണത്. ഇവർ ഈ TP ശ്രീനിവാസനെ തല്ലിയിട്ട് പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ? വിദേശ സർവകലാശാലകളുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ എന്തോ മന്ത്രിസഭാ ഉപസമിതി അങ്ങനെ എന്തോ ഉണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും അവർ വരണമെന്ന് പറയും. പിന്നെ എന്തിനായിരുന്നു ആ മനുഷ്യനെ തല്ലിയത്? അതെ, ഞാൻ അദ്ദേഹത്തെ പിന്നീട് കണ്ടു, വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്ത് കണ്ടു. അപ്പോൾ അന്നാണ് ഈ വിദേശ സർവകലാശാല കൊണ്ടുവരാൻ നീക്കം എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വരുന്നത്. ഞാൻ പറഞ്ഞു, സാറ് പണ്ട് പറഞ്ഞതും തല്ല് കിട്ടിയതുമായ കാര്യം ഇപ്പോൾ അവർ നടപ്പിലാക്കുന്നു. പുള്ളി ഒരു ചിരിച്ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്? നല്ലത് പറഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു 10 വർഷം കഴിയുമ്പോഴേ അവർക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒന്നും മിണ്ടിയില്ല, ആരോടും പരിഭവമില്ല. പുള്ളി കേസിനും പോയില്ല, വഴക്കിനും പുക്കാറിനും ഒന്നും പോയില്ല. പക്ഷേ നമ്മുടെ ഈ മാധ്യമങ്ങൾ, ഇപ്പം മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, മോദി വിരോധം ഉണ്ടാകും, സംഘപരിവാർ വിരോധം ഉണ്ടാക്കും, അതൊക്കെ അവരുടെ പൊളിറ്റിക്കൽ ലൈനാണ്. പക്ഷേ ഒരു മനുഷ്യനല്ലേ, ഒരു വൃദ്ധനല്ലേ, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ആളല്ലേ? അതില്ലാന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഹൃദയമില്ല. നിങ്ങൾ ഈ ഹൃദയം അവർക്ക് തലച്ചോറ് മാത്രമേ ഉള്ളൂ. അവരുടെ പാർട്ടിക്കാരാരാ അവരെ സംരക്ഷിക്കുക, അവരെ പൊക്കിക്കൊണ്ടുവരിക, അവർക്ക് അവാർഡ് കൊടുക്കുക, അവർക്ക് PhD കൊടുക്കുക. ഇതിലപ്പുറം വേറൊരു അജണ്ട അവർക്കില്ല. മനുഷ്യത്വത്തിൽ നിന്ന് വളരെ ദൂരെയാണ് ഇവർ. ഇവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു MV രാഘവൻ. ഒരു ബദൽ രേഖയുടെ പേര് വലിയ തമാശയാണ്. ആവശ്യത്തിന് മുസ്ലിം ലീഗുമായിട്ട് കൂട്ടുകൂടാം എന്നുള്ളതാണ് ബദൽ രേഖ. ഇപ്പോൾ ഇവർ കൂട്ടുകൂടാൻ തയ്യാറായിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ പിന്നെ 87-ൽ MV രാഘവനെ പുറത്താക്കിയത് എന്തിനാ? ചരിത്രം തലകുത്തി നിൽക്കുകയാണ് ഇപ്പോൾ. രാഘവനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ പിന്നെ കാണിച്ചത് മനുഷ്യത്വമായിരുന്നു. എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത്? ആ പാമ്പിനെ, ചീങ്കണ്ണിയെ ഇപ്പോഴും നിങ്ങൾ നോക്കും. പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ പാർട്ടി ശത്രുവാകുക ചെയ്തു കഴിഞ്ഞാൽ സുനിലിൻ്റെ വാഴ വെട്ടും, തെങ്ങിൻ തൈ പറിച്ചുകൊണ്ട് പോകും, തെങ്ങ് വെട്ടും, തെങ്ങ് തുളച്ച് അതിൽ രസം ഒഴിക്കും, അങ്ങനെ തെങ്ങ് ഉണങ്ങിപ്പോവും, പശുവിനെ കൊല്ലും. ഇതൊക്കെ ചെയ്യും. നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരി ആരോടാണോ ദേഷ്യം അവനെ കുത്തുവോ കൊല്ലുവോ ഒക്കെ നമ്മൾ ചെയ്യും. അവൻ്റെ പശുവിനെ നമ്മൾ ഉപദ്രവിക്കുമോ? ഇത് ബേസിക് മനുഷ്യത്വം ഇല്ലാത്ത കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ കയറിയിട്ട് 1 വയസ്സുള്ള കുട്ടിയെ വരെ അടിച്ചു എന്ന് പറയുന്നത് ആ ജോയിൻ ചെയ്യും. അത് ചെയ്യും. അതിന് ഈ മാധ്യമങ്ങൾ കൂട്ടുനിൽക്കും. ഈ ദുഷ്പ്രവൃത്തിയൊക്കെ ഇവർ ഒളിച്ചു വയ്ക്കും, ആകാവുന്നത്ര ഒളിച്ചു വയ്ക്കും. അവസാനം അവരുടെ തുടയിൽ നുള്ളു വന്നു കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് കരയും. അപ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു ക്യാരറ്റോ ഒരു ബിസ്ക്കറ്റോ കൊടുക്കും, മതിയാവും. കാരണം ഇതിലിരിക്കുന്നവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. ഞാനതല്ലേ പറഞ്ഞ്, കേരളത്തിലെ മാധ്യമങ്ങളിൽ ഇരിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും SFI ASF ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അഥവാ അവരിങ്ങനെ കുങ്കിയാനെ പോലെ നിൽക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇതിൻ്റെ നടുക്ക്. ഇതല്ലാത്ത കുറച്ച് പേരുണ്ട്, പക്ഷേ അവർക്ക് അസർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഹെൽപ്ലെസ് ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഈ A.A. റഹീം നമ്മുടെ മാതൃഭൂമിയിലെ അഭിലാഷ് മോഹനായിട്ട് അലക്കുന്നു. എന്തോ ഒരു വാർത്ത വന്നു, എന്ത് വാർത്തയായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. അത് തുടർച്ചയായിട്ട് മാതൃഭൂമി കൊടുത്തു. അതിനെയാണ് ഇദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. ഗവർണർ ഇവിടെ പോയ വാർത്ത, മിഠായി തെരുവിൽ പോയ വാർത്ത. ആവേശക്കടലായി മിഠായി തെരുവ്, ഹീറോ ആയി ആരിഫ് മുഹമ്മദ് ഖാൻ, ഇങ്ങനെ എന്തൊക്കെയോ തലക്കെട്ടുകൾ ഇടയ്ക്കിടയ്ക്ക് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരുന്നു മാതൃഭൂമി. ഇതിൻ്റെ പേരിൽ A.A. റഹീം ചർച്ച ചെയ്തിരുന്നുകൊണ്ട് അഭിലാഷ് മോഹനെ വിചാരണ ചെയ്യുന്നു. അഭിലാഷ് മോഹൻ അപ്പോളജറ്റിക്കായിട്ട് അങ്ങനെയല്ല, അതിന് ശേഷമുള്ള തലക്കെട്ടുകൾ അങ്ങ് കണ്ടിട്ടില്ല, അങ്ങൊരു കാര്യം ചെയ്യും, കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ കൊടുത്ത വാർത്തയും സംഗതിയൊക്കെ എടുത്ത് നോക്കൂ, അങ്ങേക്കൊരു സ്റ്റാഫും കാര്യമൊക്കെ ഉണ്ടല്ലോ, ഒന്ന് പരിശോധിച്ച് നോക്കൂ, എന്നിട്ട് പറയൂ ഞങ്ങളുടെ നിലപാടിൽ നിന്നും മാറിയിട്ടില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ കള്ളം പറയുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കൊന്ന് സത്യം പറഞ്ഞു പോയാണ് ചേട്ടാ, ക്ഷമിക്കണം, ഇനി ആവർത്തിക്കില്ല. ഇത്ര കെഞ്ചിക്കേണ് ഒരു മനുഷ്യൻ ഒരാളുടെ മുമ്പിൽ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഭയന്നുപോയി അഭിലാഷ് മോഹൻ. അങ്ങനെയല്ല അത് അങ്ങയുടെ ഒരു തോന്നൽ മാത്രമാണ്, പക്ഷെ ഞങ്ങളത് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ 2 വർഷത്തെ പ്രവർത്തനം വിലയിരുത്താൻ
റഹീമിനെ ഏൽപ്പിക്കുന്നു പരസ്യമായിട്ട്. എൻ്റെ പ്രവർത്തനം നിങ്ങളൊന്നും വിലയിരുത്തൂ, ഞാൻ നിങ്ങൾ പറയുന്ന കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കരയുന്നു. എന്തൊരു കഷ്ടമാണ്, എത്ര ലജ്ജാകരമാണെന്ന് നോക്കൂ. ഇത് തന്നെ കോൺഗ്രസോ BJPയോ പറഞ്ഞെന്ന് വെച്ചോ, എന്തായിരിക്കും അഭിലാഷ് മോഹൻ്റെ ഉത്തരം? മാതൃഭൂമി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കാം, നിങ്ങൾ ചർച്ച മുള്ളംപന്നിയെ പോലെ എന്ത് ചെയ്യണം അതൊക്കെ മാതൃഭൂമിയുടെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം, അതിനിവിടെ എഡിറ്റോറിയൽ ബോർഡ് സംഗതിയൊക്കെ ഉണ്ട്, നിങ്ങളിപ്പോൾ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ പ്ലീസ്. ഇതായിരിക്കും അഭിലാഷ് മോഹൻ പറയുന്നത്. നേരത്തെ റഹീമിൻ്റെ മുമ്പിൽ കരയുന്നു. അതെ, TG നേരത്തെ പറഞ്ഞൊരു കാര്യമല്ലേ, CPM ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ CPM തെറ്റുതിരുത്തുകയും പ്രായശ്ചിത്തം ചെയ്യുന്നുണ്ടോ? MVRൻ്റെ കാര്യം തന്നെ പറഞ്ഞു. MVRനോട് ഒരുപാട് ദ്രോഹം ചെയ്തു, പാവപ്പെട്ട ഒരു നിരപരാധികളായ പാമ്പുകളെ പോലും ചുട്ടുകരിച്ചു വന്നു. പക്ഷേ MVRൻ്റെ മകന് സീറ്റ് കൊടുത്തില്ലേ? അത് അവരുടെ കൂടെ വന്നുകൊണ്ടാണ്. അതെ, തെറ്റുതിരുത്തലും MVRനോട് ചെയ്ത ഒരു പ്രായശ്ചിത്തമായി കൂടെ. MVRന് ചെയ്ത പ്രായശ്ചിത്തമൊന്നുമല്ല, MVRനെ മകൻ തള്ളിപ്പറഞ്ഞുകൊണ്ട് മകനെ അംഗീകരിച്ചു. MVRൻ്റെ മകൻ നമ്മുടെ സുഹൃത്തുമാണ്, ഞാൻ എപ്പോഴും TV-യിൽ ഗുസ്തി പിടിക്കുന്നതാണ്. പക്ഷേ നികേഷിൻ്റെ നിലപാടെന്തായിരുന്നു? CPMൻ്റെ കൂടെയായിരുന്നു, CMPയുടെ കൂടെ അല്ലല്ലോ. CMPയുടെ കൂടെ നിന്നിരുന്നെങ്കിൽ അച്ഛനോട്ടുള്ള ഒരു ഇതാണ്. അല്ല, CPMൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് മാധ്യമപ്രവർത്തകർ കേരളത്തിലുണ്ടല്ലോ. CMPയുടെ കൂടെ അല്ല, CPMൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് മാധ്യമപ്രവർത്തകർ ഉണ്ടല്ലോ. എന്നിട്ട് അവർക്കാർക്കും കൊടുക്കാതെ നികേഷിന് മാത്രം കൊടുത്തത് ഈ ഒരു പരിഗണന കൂടി ഉണ്ടാവില്ലേ? ഈ വിജയസാധ്യത എന്ന് പറഞ്ഞ സംഗതിയുണ്ടല്ലോ, CPMൻ്റെ കൂടെ നിന്ന് മാത്രം പോരാ, വിജയസാധ്യതയും കൂടെ വേണം. അതവർ നോക്കിക്കഴിഞ്ഞപ്പോൾ നികേഷ് കുമാറിനാണ്. നികേഷ് കുമാർ തോറ്റത് എത്ര വോട്ടിന്? നിസ്സാര വോട്ടിനാണ് തോറ്റത്. KM ഷാജിയെ വിറപ്പിച്ച് കളഞ്ഞു നികേഷ് കുമാർ. അപ്പോൾ നികേഷ് കുമാറിനെ അണ്ടർ റേറ്റ് ചെയ്യേണ്ട. അത് രാഘവന് കൊടുത്ത ട്രിബ്യൂട്ടൊന്നുമല്ല, അത് നികേഷിൻ്റെ മെറിറ്റിൽ നികേഷ് പാർട്ടി പരിഗണിക്കാതെയാണ്. അച്ഛൻ്റെ കെയർ ഓഫിലല്ല, അച്ഛൻ്റെ കെയർ ഓഫിലാണെങ്കിൽ കൊടുക്കില്ല. കൊടുക്കില്ല. MV രാഘവനോട് അവർ ക്ഷമിച്ചിട്ടില്ല. ഇപ്പോഴവർ പറഞ്ഞു, അവർ മുസ്ലിം ലീഗിൻ്റെ പിന്നാലെ നടക്കുന്നില്ല. വാചേട്ടാ നമുക്ക് ഒരുമിച്ച് താമസിക്കാമെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും അവർ പറഞ്ഞു, പണ്ട് MV രാഘവൻ ഇത് പറഞ്ഞിരുന്നു, അന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ് എന്ന് പറഞ്ഞു. അത് പറയും, പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പല കാര്യത്തിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു 50 കൊല്ലമെങ്കിലും എടുക്കും. അതായത് ട്രാക്ടറും കമ്പ്യൂട്ടറും ഒരു 2 തലമുറ ഒന്ന് പോകണം. പോയി കഴിയുമ്പോൾ ഇതൊക്കെ ചരിത്രരേഖ മാത്രമായിട്ട് മാറും, ഓർമ്മയുണ്ടാവില്ല ആളുകൾക്ക്. കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്നെ പോലുള്ള ഒരു തമാശ പോലെ തോന്നും ആളുകൾക്ക്. അപ്പോൾ ഇവർ തിരുത്തി പറയും. അത് തിരുത്തുക എന്ന് വെച്ചാൽ തിരുത്തുന്നതല്ല, പാളിപ്പോയി തീരുമാനം എന്നൊക്കെ ഇങ്ങനെ എങ്ങും തൊടാത്ത ചില ഭാഷയൊക്കെ ഉപയോഗിക്കും. ഏതായാലും നമ്മുടെ ബാലൻ പൂതരയുടെ കാര്യം പറയുമ്പോൾ നമ്മുടെ ഗവർണർ സെനറ്റിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്തത് സുധാകരൻ പറയുണ്ടായി. കാരണം ഒരു പബ്ലിക് ബോഡി എന്ന് പറയുന്നത് ഭരണകക്ഷിക്ക് മാത്രം ഇരിക്കാനുള്ളതല്ല. കോൺഗ്രസ്സുകാരാവട്ടെ, അല്ലെങ്കിൽ സംഘപരിവാർ ആവട്ടെ, അല്ലെങ്കിൽ CPM വിരോധിയാവട്ടെ, രാഷ്ട്രീയമില്ലാത്ത ആളാവട്ടെ, ആളിൻ്റെ കപ്പാസിറ്റി നോക്കണം, കേപ്പബിൾ ആണെങ്കിൽ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്ന ഒരു മെസ്സേജ് ഇതിലൂടെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന്. രണ്ടാമത്തത്, ഗവർണർ ഈസ് ഗോയിങ് ടു റൂത്ത്ലെസ്ലി ഇംപ്ലിമെൻറ്റ് ഹിസ് പ്രോഗ്രാം. ഇവർ ചെയ്തെന്താണെന്നറിയാമോ? നേരെ ഹൈക്കോടതി പോയി. ഇങ്ങനെ കയറാൻ സമ്മതിക്കുന്നില്ല സെനറ്റിലേക്ക്. ഹൈക്കോടതി പറഞ്ഞു പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുക അവർക്ക്. ഇനി പോലീസ് പ്രൊട്ടക്ഷനിൽ സെനറ്റ് നടക്കും. ഈ അഡ്മിനിസ്ട്രേഷൻ വെറുതെ വെച്ച് കളിക്കാനുള്ളതല്ല. ഗവർണറും ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാണ്. റൗഡിസം എങ്കിൽ റൗഡിസം, മര്യാദയ്ക്ക് പോലീസെങ്കിൽ പോലീസ്. നമ്മുടെ പോലീസല്ലേ ചാലക്കുടിയിൽ ഡിവൈഎഫ്ഐക്കാർ ഒരു പോലീസ് ജീപ്പ് അടിച്ച് കയറി നിന്നിട്ട് ചെയ്ത് നോക്കട്ടെ എന്ന് പോലീസ്, കേരള പോലീസിന്റെ അന്തസ്സ് അവർ കാണിക്കട്ടെ. എന്നിട്ട് പോലീസിനെ കുറ്റം പറഞ്ഞ് അവിടുത്തെ പാർട്ടി ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. ദർവേഷ് സാഹിബ് ഹൈക്കോടതിയിൽ വന്ന് നിൽക്കേണ്ടി വരും കേട്ടോ. ഹൈക്കോടതി ക്യാൻ സമ്മൺ ഹിം. സ്റ്റേറ്റ് പോലീസ് ചീഫ്, എല്ലാവരും DGP എന്ന് വിളിക്കുന്നത് തെറ്റാതെ ഉണ്ട്. സ്റ്റേറ്റ് പോലീസ് ചീഫ് SPC ആണ്. മറ്റേത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആണ് DGP. ഇതും ഈ ഡെസിഗ്നേഷൻ മാറിയിട്ട് കുറച്ച് കാലമായെങ്കിലും ഇപ്പോഴും DGP കോൺഗ്രസ് നടത്തുന്നുണ്ട്. DGP ഓഫീസിലേക്ക് മാർച്ച്. ഇതാണ് മാധ്യമങ്ങൾ എഴുതുന്നത്. പോട്ടെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഈ SPCയെ വിളിച്ചു വരുത്താനുള്ള അധികാരം ഹൈക്കോടതിക്കുണ്ട്. ഹൈക്കോടതി ചോദിച്ചാൽ ഇദ്ദേഹം സമാധാനം പറയേണ്ടി വരും. സത്യവാങ്മൂലമല്ല, അവർ പറയുന്നത് ഡയറക്റ്റ് സ്റ്റേറ്റ് പോലീസ് ചീഫ് ഡയറക്റ്റ് ഹാജരായിക്കോട്ടെ. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് പലപ്പോഴും. ചീഫ് സെക്രട്ടറി നേരിട്ട് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഓൺലൈനിലുള്ളതുകൊണ്ട് കോടതി ഒരു ഇളവ് കൊടുക്കാറുണ്ട്. നിങ്ങൾ ഓൺലൈനിൽ ഹാജരായാൽ മതി. നേരിട്ട് നിങ്ങളുടെ ശരീരം കാണാനൊന്നുമല്ല താല്പര്യം, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ടെന്ന് അറിയാനാണ്
വിളിപ്പിക്കുന്നത്. അപ്പോൾ അത് ഓൺലൈനിൽ സാധിക്കുന്നതുകൊണ്ട് പലപ്പോഴും കോടതി ശരി ഓൺലൈൻ മതി, കാരണം ഉദ്യോഗസ്ഥന്മാരും തിരക്ക് പിടിച്ച ആൾക്കാരാണ്, അതും കോടതി നോക്കണമല്ലോ. പക്ഷേ ഈ കാര്യത്തിന് എല്ലാം ഹൈക്കോടതിക്ക് ഇടപെടാൻ ഒരു വകുപ്പുണ്ട്. ആർട്ടിക്കിൾ 226 വെച്ച് കേരളത്തിൻ്റെ എല്ലാ സംസ്ഥാനത്തിൻ്റെ മുക്കും മൂലയും അവരുടെ അധികാരപരിധിയിൽ പെടും. അവർക്ക് സ്വമേധയാ കേസെടുക്കാം, പത്രവാർത്തയുടെ പുറത്ത് കേസെടുക്കാം, കത്തിൻ്റെ പുറത്ത് കേസെടുക്കാം, അതല്ല പെറ്റീഷനായിട്ട് ഫയൽ ചെയ്ത് ആ കേസ് എടുക്കാം. ഇത്രയും അധികാരങ്ങൾ ഹൈക്കോടതിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ചുമ്മാ ഈ DYFI കയറിയിട്ട് നിന്നെ അകത്തേക്ക് വിടില്ല എന്നൊക്കെ പറഞ്ഞുള്ള നിൽപ്പുണ്ടല്ലോ, അതൊക്കെ ഒരു 1-2 ദിവസമൊക്കെ ആ ഷോ കാണിക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. ഏതായാലും ബജറംഗ് പുനിയയ്ക്ക് മാത്രമല്ല ബാലൻ പൂതേരിക്കും രാജ്യം നൽകിയത് പത്മശ്രീ തന്നെയാണ് എന്ന് നമ്മുടെ മാധ്യമങ്ങളെങ്കിലും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.